കൊല്ലം ജില്ലയിൽ പകർച്ചവ്യാധികൾ തുടരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ജില്ലയിൽ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7ആയി. ജില്ലയിലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുമ്പോഴും പ്രതിരോധ നടപടികൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് ആരോപണങ്ങൾ. എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങി പകർച്ചവ്യാധികൾ എല്ലാം ഇപ്പോൾ കൊല്ലത്തെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് പകർച്ചവ്യാധികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നഗരപരിധിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രായമായവരിലും കുട്ടികളിലും പനി മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതലാണ്. വിട്ടുമാറാത്ത ചുമയും തളർച്ചയും ശരീരം മുഴുവനായുള്ള വേദനയുമാണ് പലരെയും അലട്ടുന്നത്. സ്കൂൾ കുട്ടികളുടെ ഇടയിലും പകർച്ചവ്യാധികൾ കൂടി വരുന്നതോടെ ക്ലാസുകൾക്ക് അവധി നൽകേണ്ട അവസ്ഥ വരെ ഉണ്ടായി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പനി ബാധിച്ചു ചികിത്സ തേടിയത് 4000-ഓളം രോഗികളാണ്. പരിശോധനകളിൽ ഡെങ്കിപ്പനി ബാധിച്ചാണ് ഇതിൽ കൂടുതൽ പേരും ആശുപത്രികളിൽ എത്തിയതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. എലിപ്പനി ബാധിതരുടെ എണ്ണത്തിലും മുൻപുണ്ടായതിലും വർധനവുണ്ടായിട്ടുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഏറെ കാരണമാകുന്ന എലിപ്പനി മൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണങ്ങൾ ഉണ്ടായതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പകർച്ചവ്യാധികൾ പിടിപെട്ട സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ചികിത്സ തേടുന്നവരുടെ കണക്കുകൾ മാത്രമേ ആരോഗ്യവകുപ്പിന്റെ കൈവശമുള്ളൂ. സ്വകാര്യ ആശുപത്രികളിലും പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പലരും സ്വയം ചികിത്സയിലൂടെ പനി കുറയുമെന്ന ധാരണയിൽ ചികിത്സ തേടാറുമില്ല. ജില്ലയിൽ ആരോഗ്യമേഖലയിൽ സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്ന പരാതികൾ ഉയരുന്നു. ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടുന്ന ആരോഗ്യവകുപ്പിന് ഇതിലൊന്നും മറുപടി പറയാൻ പോലും സമയമില്ല. പകർച്ചവ്യാധികൾ മരണക്കണക്കുകൾ ഉയർത്തുമ്പോഴും മീറ്റിംഗുകൾക്കായി മാത്രമാണ് ജില്ലാ ആരോഗ്യവകുപ്പും ജീവനക്കാരും സമയം ചിലവഴിക്കുന്നത്. പൊതുജനങ്ങൾക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനോ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനോ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് കൃത്യമായി കഴിയുന്നില്ല. അമൃത ന്യൂസ്, കൊല്ലം.